ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജ റോളയിൽ കെഎം ട്രേഡിങ്ങിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന എക്സ്ഫോൺസ് മൊബൈൽ സ്റ്റോറിലാണ്. ഇവിടെ ഇപ്പോൾ വരാനുള്ള കാരണം ഇവരിപ്പോൾ പുതുതായിട്ട് ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഒരാളെടുത്ത് ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്ന ടൈമിൽ അവർ നമുക്ക് ബിസിനസ് കാർഡ് എടുത്ത് തരും. അപ്പോൾ ബിസിനസ് കാർഡിൽ നമുക്ക് ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ID ഒക്കെ ആവശ്യമായിട്ട് വരും. ഇത് മിക്കവാറും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളിത് കളയാറാണ് പതിവ്. പിന്നെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഇവരെ നമ്പറോ മെയിൽ ID നോക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. എന്നാൽ അങ്ങനെയുള്ള നിൽക്കുന്ന ടൈമിലാണ് ഇവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത് NFC ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്നൊരു സംരംഭമാണ്. ഈ കാർഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ കാർഡിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഇതാണ് ഒരു ബിസിനസ് കാർഡാണിത്. ബിസിനസ് കാർഡ് എന്ന ഒരു ഡിജിറ്റൽ NFC കാർഡ് എന്ന് പറയും, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ജസ്റ്റ് ഫോണിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ഡാറ്റാസ് ഇതിൽ കിട്ടും. അതായത് നോർമലി ഒരു സാധാ കാർഡല്ല ഇത്. നമുക്ക് എല്ലാ കമ്പനീൻ്റെ ഇതും കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പല വ്യത്യസ്ത ഡിസൈനിൽ കാര്യങ്ങൾ അവരുടെ കമ്പനീൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. ഇത് ജസ്റ്റ് ഒന്ന് ഫോണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി കംപ്ലീറ്റ് ഡാറ്റാസ് കാര്യങ്ങൾ ഇതിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ടിക്ടോക്ക് അക്കൗണ്ട്, പിന്നെ അതുപോലെ വാട്സപ്പ്, ബിസിനസ് വാട്സപ്പ് എല്ലാ സാധനങ്ങളും ഇതിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷന് കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡിജിറ്റൽ കാർഡിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് ഈ ഡിജിറ്റൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ അതുപോലെ കമ്പനി ഓഫീസുകളിലൊക്കെ റിസപ്ഷനിൽ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ്, അതായത് ലൊക്കേഷൻ, ഇമെയിൽ ID, അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പോലത്തെ എല്ലാ ഡീറ്റെയിൽസും ഇതൊന്ന് ടാപ്പ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ സ്റ്റാൻഡിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഇവരുടെ തന്നെ ചോദിച്ചറിയാം. NFC സ്റ്റാൻഡ് ആ ബിസിനസ് കാർഡ് പോലെ തന്നെ ഉള്ളതാണ് NFC സ്റ്റാൻഡ്. ഇതിൽ നമ്മൾ തന്നെ കമ്പനിയുടെ ലോഗോ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ കഴിയും. അതായത് ഓരോ ടേബിളിൽ ഓരോ മെനു കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജസ്റ്റ് കസ്റ്റമേഴ്സിന് വന്നിട്ട് മൊബൈൽ ടാപ്പ് ചെയ്തിട്ട് അവിടെ എന്താണോ സാധനം ഉള്ളത് അത് നമുക്ക് ഫോണിൽ ഇരുന്നിട്ട് അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയൊരു കമ്പനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ മാത്രമല്ല പേയ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയ പോലത്തെ എല്ലാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ടിക്ടോക്ക് അക്കൗണ്ടിൽ കാര്യങ്ങൾ എല്ലാത്തിലും നമുക്കിതിൽ അവരെ കയറിക്കാണ്ട് ഏത് കമ്പനിയാണോ ആ കമ്പനിയിൽ കയറിക്കാണ്ട് നമുക്ക് ഇതിലൊക്കെ സെർച്ച് ചെയ്യാനും കഴിയും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് NFC കാർഡ്. NFC സ്റ്റാൻഡ് പോലെ തന്നെയാണ് NFC കാർഡും. ഇത് നമ്മളൊരു ഓഫീസിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കറ്റിൽ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് ഇതൊരു കമ്പനിയുടെ മാനേജർ, MD അങ്ങനെയുള്ള എല്ലാത്തിനും യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. അതായത് കാർഡിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഉപയോഗങ്ങൾ കാരണം എല്ലാം ചെയ്യാൻ കഴിയും. പിന്നെ മാത്രമല്ല സെയിം തന്നെ NFC സ്റ്റാൻഡ് വരുന്നത്. NFC സ്റ്റാൻഡ് നമ്മളെ കമ്പനിയുടെ ലോഗോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നതില്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ വേറിട്ടൊരു ആശയം തന്നെയാണ്. അപ്പോൾ ഡിജിറ്റൽ ബിസിനസ് കാർഡിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഷാർജ റോളയിലെ കെഎം ട്രേഡിങ്ങിൻ്റെ അടുത്തായി വരുന്ന എക്സ്ഫോൺ മൊബൈൽ സ്റ്റോർ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്.